ഹലോ മക്കളെ, ഇറ്റ്സ് മീ കെ പി ബ്രോ. നിങ്ങൾക്ക് ഫിസിക്സ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഏതൊക്കെ ഇക്വേഷനുകൾ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും, അതിൻ്റെ ആൻസറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളാം. നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും വരുന്നുണ്ട്. നിങ്ങളപ്പോൾ ചെയ്യേണ്ട പരിപാടി എന്തെന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറന്നുകൊണ്ട് താഴെ പോയിക്കോ. ഇപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടോ. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പ്രീമിയം ബാച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീമിയം ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പേഴ്സണൽ മെൻറ്ററിങ് നമ്മളുടെ പ്രീമിയം ബാച്ചിൽ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരുന്ന ശക്തി ബാച്ചിലേക്കല്ല, ഇത് കഴിഞ്ഞുള്ള ബാച്ചിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലെല്ലാം പ്രീമിയം ബാച്ചിലൂടെയും പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ശബ്ദതരംഗങ്ങൾ അഥവാ സൗണ്ട് വേവ്സിനകത്ത് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതിൻ്റെ ആൻസറുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളപ്പോൾ ആദ്യം തന്നെ നോക്കുക, നമ്മൾ ഏതൊക്കെ ഇക്വേഷനാണ് പഠിച്ചത്. ക്യാപിറ്റൽ ടി ഈക്വൽ ടു സ്മോൾ ടി ബൈ എൻ. ഓക്കെ, ക്യാപിറ്റൽ ടി ഈക്വൽ ടു സ്മോൾ ടി ബൈ എൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി ഈക്വൽ ടു 1/f. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനുകൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാന്നുള്ളത് അറിയണ്ടേ? സിമ്പിൾ കാര്യമാണ്. നമ്മളുടെ ഇതാ നോക്കിയോ, ടൈപ്പ് ചെയ്യാം. ഇതാ ക്യാപിറ്റൽ ടി ഈക്വൽ ടു ടി ബൈ എൻ, സ്മോൾ ടി ബൈ എൻ. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഇത് നേരെ തിരിച്ചിട്ടാൽ മതിയടാ. ഫ്രീക്വൻസി ഈക്വൽ ടു നോക്കിക്കേ, ഫ്രീക്വൻസി ഈക്വൽ ടു n/t ആണ്. n/t ആണ്. അടുത്തത് അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ടി ഈക്വൽ ടു 1/f ആണ്. എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 1/T ആണ്. സിമ്പിൾ അല്ലേ? ഈ 4 ഇക്വേഷനുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അഞ്ചാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ സ്പീഡ് വെച്ച് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു. അതായത് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന് പറയുന്ന ഇക്വേഷൻ. ഇത് ട്രയാങ്കിൾ നോക്കിയേ, കണ്ടോ? ഈ ട്രയാങ്കിളിൽ എന്താ കണ്ടേക്കുന്നത്? വി, അതുപോലെ തന്നെ താഴെ എഫും ലാംഡയും ഉണ്ട്. നോക്കിക്കോ, സൈഡിലോട്ട് നോക്കിക്കോ. വി കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഇൻറ്റു ലാംഡ. ഓക്കെ, എഫ് ഇൻറ്റു ലാംഡയാണ് നമുക്ക് വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ. അടുത്തത് എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വി ബൈ ലാംഡ. ലാംഡ കണ്ടുപിടിക്കണമെങ്കിൽ വി ബൈ എഫ്. ഓക്കെ, ഈ ട്രയാങ്കിൾ ഇതേപോലെ വരയ്ക്കാൻ പഠിച്ചു വെച്ചോ. നിങ്ങൾക്ക് എക്സാമിന് ഏത് ചോദ്യം വന്നാലും ഫ്രീക്വൻസി കണ്ടെത്താൻ പറഞ്ഞാലും ലാംഡ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, അതായത് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും, പിന്നെ ഏതാ ഈ വി അതായത് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ ഒരു സൈഡിൽ വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ലേ? ഉറപ്പല്ലേ? സിമ്പിൾ കാര്യമാണ്. പിന്നെ അടുത്തത് എക്കോയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാ നോക്കിയേ, v ഈക്വൽ ടു 2d/t. 2d/t എന്താണ്? എക്കോ എന്ന് പറഞ്ഞാൽ പോയി തിരിച്ചു വരുന്ന ഒരു സാധനമാണ്. ഒരു കാര്യം ആലോചിച്ചാൽ മതിയടാ. ഒരു റബ്ബർ ബോൾ നമ്മൾ ചുമരിലേക്ക് എടുത്തെറിഞ്ഞാൽ അവിടെ തട്ടി നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു വരണ്ടേ? അതുപോലെ സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചു വരുന്ന ഒരു റബ്ബർ ബോൾ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ കയ്യിൽ ഒരു റബ്ബർ ബോൾ ഉണ്ടാ. ഈ റബ്ബർ ബോൾ ഞാൻ വലിച്ച ഒറ്റ എറിഞ്ഞ് ആ ചുമരി തട്ടി എനിക്ക് തിരിച്ചു കിട്ടി. നമ്മുടെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടുന്ന് റബ്ബർ ബോൾ അങ്ങോട്ട് എറിഞ്ഞിട്ട് നേരെ തട്ടി എൻ്റെ മൂക്കി തട്ടി ഞാൻ നേരെ താഴെ പോയില്ലേ? അതുപോലെ അങ്ങ് പോയി തിരിച്ചു വന്ന് നമ്മുടെ ചെവി കേൾക്കുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതാണ് സൈഡിൽ കാണിച്ചേക്കുന്ന ഇക്വേഷനിൽ 2d/t എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞാൽ ടോട്ടലി ആവശ്യമായ സമയമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും ഇക്വേഷനുകൾ പഠിച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേടാ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് യൂണിറ്റ് എന്തെന്നറിയണം. ഓക്കെ, നമ്മൾ ഇത് മാത്രം എഴുതി വെച്ചാൽ പോരാ മച്ചാന്മാരെ, നിങ്ങൾക്ക് യൂണിറ്റ് എന്താണെന്നുള്ളത് അറിയണം. യൂണിറ്റ് പഠിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ അളക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. നോക്കിയേ, പീരിയഡ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് പീരിയഡ് എന്താണെന്ന് അറിയില്ല, ഈ കഴിഞ്ഞ വീഡിയോ പോയി നോക്കിയാൽ മതി. ഓക്കെ, ടൈം പീരീഡിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറഞ്ഞിരുന്നത്. ടൈം പീരീഡ് ക്യാപിറ്റൽ ലെറ്റർ ടി ആണെങ്കിൽ ഈ ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈം എന്ന് പറയുന്നത്. ടൈം നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? ടൈം നമ്മൾ അളക്കുന്നത്
സെക്കൻഡ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. ഇത് നിങ്ങൾക്കറിയാം. ഓക്കെ, ടി എന്ന് പറയുന്നത് ടൈമാണ്. ടൈം എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡിലാണ് അളക്കുന്നത്. അടുത്തത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ അളക്കുന്നത് ഹേർട്സിലാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹേർട്സിലാണ്. ഓക്കെ, ഇപ്പൊ തന്നെ മനസ്സിൽ പറഞ്ഞോ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹേർട്സിലാണ്. അയ്യോ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹേർട്സിലാണ്. ടൈം സെക്കൻഡിലാണ്. ഈ സാധനം നമ്മുടെ തലേൻ്റെ ഉള്ളിൽ ഇപ്പൊ കേറി, ഇനി പുറത്തേക്ക് എങ്ങും പോകത്തില്ല. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഡ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം നമ്മൾ സെക്കൻഡിൽ അളക്കില്ല. ഞാൻ 10 സെക്കൻഡ് ദൂരം നടന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, 10 സെക്കൻഡ് നേരമേ നടന്നിട്ടുള്ളൂ. എത്ര മീറ്റർ ആണോ നടന്നത് അതാണ് നമ്മൾ നടന്ന ദൂരം എന്ന് പറയുന്നത്. അത് ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ദൂരം അളക്കുന്നത്, വേവ് ലെങ്ത് ആണ്, ദൂരമാണ് അളക്കുന്നത് എന്തിലാണ്? മീറ്ററിലാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് വേഗത. ഇക്വേഷൻ നോക്കിക്കോ. വേഗത അളക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞോ. നമ്മളുടെ വണ്ടിയുടെ വേഗത നമുക്ക് നോക്കുമ്പോൾ km/h എന്ന് പറയുന്ന വേഗതയാണ് നമുക്കുള്ളത്. അതുപോലെ വേവ് ലെങ്ത് നമ്മൾ അളക്കുന്നത് m/s എന്ന വേഗതയിലാണ്. എത്ര മീറ്റർ ഒരു സെക്കൻഡിൽ പോയി എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്കറിയാം, സിമ്പിൾ സാധനമാണ്. ഇത് റിവിഷൻ ആണ്. ഇത് കേട്ടുപോയാൽ പോരാ, നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതണം. ഷോർട്ട് നോട്ട് നമ്മളുടെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിൽ കിടക്കുന്നുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ അറിയാം. ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തത് സ്പീഡിന്റെ SI യൂണിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ്? m/s ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾ ഇപ്പം തന്നെ ഇതാ നോക്കിക്കോ. ഒരു 5 സെക്കൻഡ് ഈ സാധനം നോട്ടിൽ നേരെ എഴുതി വെച്ചോ. ഇപ്പം തന്നെ എഴുതി വെച്ചോ. ഒന്നും നോക്കണ്ട. ഈ സാധനം നിങ്ങൾ ഇനി തരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന നോട്ടിൻ്റെ അല്ലെങ്കിൽ പേപ്പറിൻ്റെ ഏറ്റവും മുകളിൽ അങ്ങ് എഴുതി വെച്ചോ. ഓക്കെ, ഇത് എഴുതി വെച്ച് കഴിഞ്ഞ് ഇത് നോക്കി ചെയ്താൽ മതി. ഇത് നോക്കി നിങ്ങൾ അടുത്ത ചോദ്യങ്ങൾ ചെയ്താൽ മതി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടി വീണ്ടും നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ പോവുക. ഫിസിക്സിൻ്റെ KP ബ്രോയുടെ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താക്കുക? ചെയ്ത് നോക്കുക. ഇപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കിയേ, എന്താ ചോദ്യം? A body completed 25 oscillation in 5 seconds. Find the frequency and time period. സിമ്പിൾ ആണ്. നമ്മുടെ മക്കൾ, HBAയുടെ മക്കൾ എന്തായാലും ചെയ്യും എന്ന് 100% ഉറപ്പാണ്. നോക്കിയേ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം തെറ്റിപ്പോകാതിരിക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരും. KP ബ്രോ നിങ്ങൾക്ക് പറഞ്ഞു തരുവടാ. നോക്കിക്കോ. നമുക്ക് കിട്ടുന്ന ചോദ്യത്തിനെ നമ്മൾ 2 ആക്കി തിരിക്കണം. ഒന്ന് ചോദ്യം, അടുത്തത് ഉത്തരം. ഈ ഉത്തരത്തിനുള്ള കുറച്ച് ഹിന്റുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ചോദ്യത്തിൽ എന്താ ഉള്ളത്? എ ബോഡി കംപ്ലീറ്റഡ് 25 ഓസിലേഷൻ ആണ് അല്ലേ? അതായത് ഒരു വസ്തു 25 ഓസിലേഷൻ പൂർത്തിയാക്കാണ്. ഒരു വസ്തു 5 സെക്കൻഡ് കൊണ്ട് 25 ദോലനങ്ങൾ പൂർത്തിയാക്കി. ഇവിടെ ആവൃത്തിയും പിരീഡുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൈഡിൽ എഴുതാം. n = 20. എന്താണ്? ഓസിലേഷനുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഓസിലേഷൻ ആണ് n എന്ന് നമുക്കറിയാം. അതിന് നമ്മൾ n = 20 എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അടുത്തത് T എന്ന് പറയുന്നത് 25 ആട്ടോ. n = 25 എന്ന് നമ്മൾ എഴുതി വെച്ചു. അടുത്തത് T എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണെന്ന് നമ്മൾ എഴുതി വെച്ചു. 25 ഓസിലേഷനും 5 സെക്കൻഡുമാണ്. 25 ഓസിലേഷനും 5 സെക്കൻഡുമാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? സൈഡിൽ നോക്കിക്കോ. ഇതാ n/t എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഇതിനാണ് പറഞ്ഞത് നമ്മൾ സൈഡിൽ ഇത് എഴുതി വെക്കണം എന്ന് പറഞ്ഞത്. ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ? ഇക്വേഷൻ മനസ്സിലാവൂലേ? മുകളിൽ ഇപ്പം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ആ പേജിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. നോക്കിയേ, n/t എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളിവിടെ
ഇവിടെ 25/5 ആണ്. ഓക്കെ, 25/5 ആണ്. ഇതാ ഞാൻ ചെയ്യാൻ പോവാണേ. 25/5 എന്ന് പറഞ്ഞു വെച്ചാൽ 5-5 ഒരു വട്ടം, 25-5 5 വട്ടം. ഓക്കെ, 5/1 എന്ന് പറഞ്ഞു വെച്ചാൽ 5 ആണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യകതയൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു, 5 ആണ്. 5 എന്താണ്? 5 തേങ്ങയാണോ? 5 മാങ്ങയാണോ? 5 പോപ്പിൻസിന്റെ മിഠായി ആണോ? 5 സാറന്മാരാണോ? അല്ല, 5 ഹേർട്സ് ആണ്. ഓക്കെ, ഹേർട്സ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെയാണ്, 5 ഹേർട്സ് ആണ്. SI യൂണിറ്റ് എഴുതാതെ വിടരുത് മക്കളെ, നിങ്ങളുടെ മാർക്ക് പോകും, നിങ്ങൾക്ക് മാർക്ക് തരില്ല. കാരണം SI യൂണിറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, അത് അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെന്ന് പറഞ്ഞു വെച്ചാൽ എന്താ? ടി, ക്യാപിറ്റൽ ലെറ്റർ ടി അഥവാ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് T/N എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1/f എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാം. നമുക്കിവിടെ ഫ്രീക്വൻസി ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കിട്ടിയ 1/f ചെയ്താൽ മതി. 1/f എന്ന് പറയുന്ന 5 ഹെർട്സ് ആണ്. 1/f എന്ന് പറഞ്ഞാൽ 1/5 ആണ്. ഓക്കെ, 1/5 എന്ന് പറയുന്ന ഉത്തരം നമുക്ക് കിട്ടി. സിമ്പിൾ ചോദ്യമാണ്. അടുത്ത ചോദ്യം ഇതാ പിടിച്ചോ. 2 സെക്കൻഡിൽ ഒരു പെൻഡുലം 10 ഓസിലേഷൻ പൂർത്തിയാക്കി. എ പെൻഡുലം കംപ്ലീറ്റഡ് 10 ഓസിലേഷൻസ് ഇൻ 2 സെക്കൻഡ്. ഫ്രീക്വൻസി എത്ര എന്നുള്ളതാ ചോദ്യം. ഫ്രീക്വൻസി കാണാൻ നമുക്കറിയാമെടാ മക്കളെ. എന്താണ്? F ഈക്വൽ ടു നോക്കിക്കേ, നമ്മൾ ആദ്യം ഇവിടെ എടുത്തെഴുതാ. N ഈക്വൽ ടു 10 ആണ്. T ഈക്വൽ ടു 2 ആണ്. F ഈക്വൽ ടു 10/2 എന്ന് പറഞ്ഞു വെച്ചാൽ എത്ര? 10 എത്ര? 2 5 2 2 1 5 ഹെർട്സ് ആണ്. F ഈക്വൽ ടു 5 ഹെർട്സ് ആണ്. F ഈക്വൽ ടു 5 ഹെർട്സ് ആടാ. കിട്ടിയല്ലോ, ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ചോദ്യം. ഒരു തരംഗത്തിന്റെ ഫ്രീക്വൻസി, ഒരു തരംഗത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് 4 ഹെർട്സ് എങ്കിൽ പീരീഡ് എത്രയാണെന്ന ചോദ്യം. അതായത് ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് 4 ഹെർട്സ്. വാട്ട് ഈസ് ദ പീരീഡ്? പീരീഡ് എന്താണ് പീരീഡ്? നോക്കിയടാ, നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 4 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, പീരീഡ് കണ്ടുപിടിക്കണം. തൊട്ടപ്പുറത്തെ പേജ് നോക്കുക, നമ്മൾ നേരത്തെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കയറി നോക്കുക. ഫ്രീക്വൻസി 4, ടൈം പീരീഡ് കണ്ടുപിടിക്കണം. T ഈക്വൽ ടു 1/f. ഓക്കെ അല്ലേടാ നിങ്ങൾക്കത്? അങ്ങനെയാണെങ്കിൽ T ഈക്വൽ ടു 1/4 അല്ലേ? T ഈക്വൽ ടു 1/4 ആണ്. ആ ചെയ്യുമ്പോൾ ഇതാ നോക്കിയേ, 0.25. എന്തിനാണ് ഇത്രയും ചെയ്യണ്ട? T ഈക്വൽ ടു 1/4 എന്തെന്ന് എഴുതണം? ചക്ക എന്ന് എഴുതണോ? മാങ്ങ എന്ന് എഴുതണോ? അടയ്ക്ക എന്ന് എഴുതണോ? സെക്കൻഡ് എന്ന് എഴുതണം. ഈ കാര്യം നിങ്ങൾക്ക് ഓക്കെയാണ്, ഇതിനകത്ത് ഒരു ഡൗട്ടും ഇല്ലെന്ന് KP ബ്രോയ്ക്ക് നന്നായിട്ട് അറിയാം. കാരണം നിങ്ങൾ നമ്മളുടെ പിള്ളേരാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് വരാൻ യാതൊരു ചാൻസും ഇല്ല. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമെന്നും എനിക്കറിയാം. അടുത്തത്, ഒരു ശബ്ദ തരംഗത്തിൻ്റെ ആവൃത്തി 50 ഹെർട്സ്. പീരീഡ് എത്ര? ഓക്കെ, അതായത് ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് വേവ് ഈക്വൽ ടു 50 ഹെർട്സ്. പീരീഡ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, T ഈക്വൽ ടു 1/f ആണ്, നമുക്കറിയാം. T ഈക്വൽ ടു 1/f ആണെങ്കിൽ F എത്ര? 50. T ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ T ഈക്വൽ ടു 1/f 1/50 അല്ലടാ. ഓക്കെ ആണ് നിങ്ങൾക്ക്, എനിക്കറിയാം 1/50 ആണ്. അപ്പോൾ 1/50 ചെയ്ത് കഴിഞ്ഞാൽ 0.02 സെക്കൻഡ് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പെട്ടെന്നുള്ള ഓസിലേഷൻ 20 സെക്കൻഡ് കൊണ്ട് 5 ഓസിലേഷൻ പൂർത്തിയാക്കി. അതായത് സഡൻലി ഉള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് 20 സെക്കൻഡ് കൊണ്ട് 5 ഓസിലേഷൻ പൂർത്തിയാക്കി. കംപ്ലീറ്റഡ് 5 ഓസിലേഷൻസ്. ഇവിടെ പീരീഡ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഇതിനകത്ത് ഒരു കാര്യം നോക്കിയാൽ മതി. ടൈം എന്ന് പറയുന്നത് 20 ആണ്.
ടൈം എന്ന് പറയുന്നത് 20 ആണ്. സൈഡിൽ എഴുതിയിട്ടേക്കുക T=20, N= എത്ര 5 ആണ്, 5 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം T=t/n, ക്യാപിറ്റൽ ലെറ്റർ T=t/n ആണല്ലോ. എത്രയായിരിക്കും 20/5 = 4. ഉത്തരം കിട്ടി. സിമ്പിൾ സാധനം. ഒരു പെൻഡുലം 20 ഓസിലേഷൻ പൂർത്തിയാക്കാൻ 25 സെക്കൻഡ് എടുത്തു. പീരീഡ് എത്ര? 20 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, 20 ദോലനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ 25 സെക്കൻഡ് എടുത്തു. ഇവിടെ പീരീഡ് എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ T=സ്മോൾ ലെറ്റർ t/n അല്ലേ. ടൈമും ഓസിലേഷനും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓസിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 25 ആണ്. നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. 25/20 = 1.25 ആണ്. ഓക്കെ അല്ലേടാ? ഇത്രയും ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ. നേരെ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാം. അതുപോലെ തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, എല്ലാം ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പാർട്ട് 3 കാണാടാ. എല്ലാവർക്കും ബൈ ബൈ.